എൻ്റെ ഫ്രണ്ടാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു വ്ലോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മാളുക്കുട്ടിക്ക് വേണ്ടി മാളുക്കുട്ടിയുടെ ചിറ്റയും മാമനും ഇതാ മാളുക്കുട്ടിക്ക് വേണ്ടി മാത്രമല്ല അച്ഛയ്ക്ക് വേണ്ടിയും രണ്ടുപേരും കൂടി ഇവിടെ ഭയങ്കര പരിപാടിയാണ്. എന്താ എല്ലാം ഉണ്ട്. വലിയണം കൈ വലിയണം വേണ്ട. ഇതാണ്ട ബർത്ത്ഡേക്കാരി ഇങ്ങോട്ടൊന്ന് നോക്കി ഹായ് കാണിച്ചേ. ഇതാ ഏത് ഒന്നും തരാൻ പറ്റത്തില്ല. അപ്പോൾ അച്ഛൻ വൈകിട്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ വാങ്ങാൻ പോകാൻ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ അച്ഛൻ വരുമ്പോഴത്തേന് ഞങ്ങളിത് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് കഴിയാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പം മാളു ഇതാണ്ട് ഇവിടെ ഇരുന്ന് ഊതുന്നുണ്ട്. മാളു ഊതിയിട്ട് മാളുവിൻ്റെ കാറ്റ് വായിൽ നിന്ന് പോകുന്നു. പക്ഷെ ബലൂൺ എന്ത് ചെയ്താൽ വീർക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കും ബലൂൺ വീർപ്പിക്കാൻ ഇതുവരെ അറിയത്തില്ല കേട്ടോ. മീഷോയിൽ നിന്നാണ് ഞങ്ങൾ ഈ ഡെക്കറേഷൻ്റെ സാധനമെല്ലാം മേടിച്ചത്. വെറും 150 രൂപയ്ക്ക് ഒത്തിരി സാധനം കിട്ടി. ഒത്തിരി ബലൂണുണ്ട്, പിന്നെ തോരണം പോലത്തെ ഇതൊക്കെയുണ്ട്. അപ്പോൾ ബലൂൺ വീർപ്പിക്കാൻ വേണ്ടി അവർ അതിൻ്റെ കൂടെ ഒരു സാധനമൊക്കെ തന്നിട്ടുണ്ട്. അത് കിട്ടിയത് എന്താണെന്ന് ഭാഗ്യം. എളുപ്പം വീർപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫുള്ള് ഡെക്കറേഷൻ ചെയ്ത് ഞങ്ങൾ കഴിഞ്ഞ് മാളുക്കുട്ടിക്ക് കേക്ക് മുറിച്ചില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. എത്ര ദിവസം മുമ്പ് പറയുന്നതാണ് എൻ്റെ ഹാപ്പി ബർത്ത്ഡേക്ക് ഹാർട്ട് ഷേപ്പിലെ കേക്ക് വേണമെന്ന്. അപ്പം ഞങ്ങളുടെ വീടിനടുത്തുള്ള ചേച്ചി മോൾഡൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ചേച്ചിയുടെ കൈ കൊണ്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കി തന്ന്. നല്ല ടേസ്റ്റുമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോഴത്തേന് ഇതുണ്ടോ പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര പരിപാടിയാണ്. മാളുക്കുട്ടി ഭയങ്കര ഡാൻസാണ്, ഭയങ്കര സന്തോഷമാണ്. മാളുക്കുട്ടിയുടെ അപ്പ വണ്ടി ഓടിക്കാൻ പോയിക്കോ, വൈകിട്ടത്തേന് എത്തുമെന്നാണ് പറഞ്ഞത്. എന്നാലും കേക്ക് മുറിക്കുന്ന സമയത്ത് അപ്പ കാണില്ല. കേക്ക് മുറിച്ച് കഴിഞ്ഞായിരിക്കും അപ്പ വരുന്നത്. അപ്പോൾ അപ്പായും കൂടി വരുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഒരു 6:30-7 ആകാറായപ്പോഴത്തേന് മാളുവിനെ പുതിയ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് അവനെയും പുതിയ ഡ്രസ്സ് ഇടിയിപ്പിച്ച് രണ്ടുപേരും ഏകദേശം റോസൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. മാളു തന്നെ സെലക്ട് ചെയ്ത ഉടുപ്പാണ്. അനിയൻ്റെ പരിപാടി ഫാനെ വരെ ബലൂൺ തൂക്കിയത്. പിന്നെ നമ്മൾ പറഞ്ഞ കേക്ക് വേണ്ട അനിയത്തി അനിയനും പോയി കൊണ്ടുവന്നു. മാളുവിന് ഇതുപോലത്തെ ഷേപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നേ വല്ല റൗണ്ട് കേക്ക് വല്ല ആയിരുന്നെങ്കിൽ ഇപ്പം ഇവിടെ മുറിക്കാതെ ഇരുന്നേനേന്ന്. അപ്പോൾ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പിള്ളേരെ മാത്രം ഒന്ന് വിളിച്ച് അങ്ങനെ മാളുക്കുട്ടി അച്ഛയും അവരുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും മാളുവിൻ്റെ വായിലോട്ട് കേക്ക് വെച്ച് മാളുവിന് സത്യം പറഞ്ഞാൽ കേക്ക് ഇറക്കാനുള്ള സമയം കിട്ടിയില്ല. വായി നിറയെ കേക്കായിരുന്നു. ശകലേ കൊടുത്തുള്ളെങ്കിലും എല്ലാവരും വായിലേക്ക് കൊടുക്കുമല്ലായിരുന്നോ. പിന്നെ മാള് പതുക്കെ എല്ലാം കൂടി സമയമെടുത്ത് ഇറക്കി. പാവം കുഞ്ഞിച്ചക്കൻ എല്ലാം കണ്ടുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുകയെന്നൊന്നും മനസ്സിലാകാതെ. പിന്നെ എല്ലാവർക്കും കേക്ക് ഇങ്ങനെ പീസാക്കി മുറിച്ച് കൊടുത്തു. പിന്നെ പിള്ളേർക്ക് കേക്ക് കൊടുത്തു കഴിഞ്ഞ് പിള്ളേരെ വീട്ടിൽ കൊണ്ട് വിട്ടായിരുന്നു. മാളുക്കുട്ടിയും കുഞ്ഞാവയും പുതിയ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ അച്ഛൻ ഇട്ടതും പുതിയ ഡ്രസ്സായിരുന്നു. അത് അനിയത്തി മേടിച്ചു കൊടുത്തതാണ്. അച്ഛന് പുതിയ ഷർട്ട്. പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും മേടിച്ചു കൊടുത്തില്ല കേട്ടോ. പിന്നെ മാളുക്കുട്ടി വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കിയായിരുന്നേ. പിന്നെ വേണ്ട ഇതാണ് റൈസും പിന്നെ ചിക്കൻ കറിയും നല്ല മല്ലിയിലേക്ക് ഇട്ട ചിക്കൻ കറിയായിരുന്നു. അച്ഛനും ഞാനും അനിയത്തി എല്ലാവരും കൂടി ചേർന്ന് എല്ലാവരുടെയും കൈ ഇതിലുണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ എൻ്റെ മാളുക്കുട്ടി ഫോണിൽ കണ്ടുകൊണ്ടേ കഴിക്കത്തുള്ളൂ. ഷോർട്ട് വീഡിയോ വെച്ച് കൊടുത്താൽ മതി, അവിടെ ഇരുന്ന് കണ്ടുകൊണ്ട് കഴിച്ചോളും. പിന്നെ ഞങ്ങളെല്ലാം 2 ട്രിപ്പായിട്ടാണ് ഇരുന്നത്. അമ്മ അനിയത്തിയൊക്കെ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റ ബൈ ബൈ.